യേശു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവജനമേ, പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ശക്തി അത് എത്രമാത്രമുണ്ട് എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ആമേൻ, സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് ഭയമാണ്, ലോകശക്തികൾക്ക് ഭയമാണ്, അന്ധകാര ശക്തികൾക്ക് ഭയമാണ്. അവൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തെ. അതിന് തെളിവാണ് ഈ വചനം. മതനേതാക്കന്മാരായ പുരോഹിതന്മാരായ ഹന്നാസും കയ്യാഭാവും പോലെയുള്ള മതശ്രേഷ്ഠന്മാർ അവിടെ ഉണ്ടായിട്ടും അവരുടെ അരികിലേക്കൊന്നും ആ സാത്താന്യ ശക്തി ചെല്ലാതെ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശു തമ്പുരാന്റെ അരികിലേക്ക് മാത്രം ചെല്ലുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ഈ ലോകത്തിൽ പിശാചിനൊരു പോരാട്ടമുണ്ട്. അത് സുഖലോലുപതയിൽ കഴിയുന്നവരോടല്ല. പിശാചിന് പോരാട്ടമുള്ളത് പ്രാർത്ഥിക്കുന്നവരോടാണ്, തിരുവചനം ധ്യാനിക്കുന്നവരോടാണ്, പഠിക്കുന്നവരോടാണ്. എന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. ആമേൻ. പ്രിയ ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന നിന്നെ യാതൊരു അന്ധകാര ശക്തിയുടെ ശക്തികൾക്കോ ബുദ്ധിക്കോ നിന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഉപവാസത്തോടെ പ്രാർത്ഥനയിലായിരിക്കുന്ന നിന്നെ ഒരു ബാഹ്യശക്തികൾക്കും ജയിക്കുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥിക്കുവാൻ, അനുതപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലേ, സമയങ്ങൾ മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. വളരെ നാളുകളായി ബന്ധനത്തിന്റെ ചില പൈശാചിക ശക്തികളുടെ കെട്ടുകളാൽ ചുറ്റപ്പെട്ട നിന്റെ ജീവിതം ദൈവം ഇന്ന് ഇപ്പോൾ അഴിച്ചു മാറ്റും. കുടുംബ ബന്ധങ്ങളിൽ, കുട്ടികളിൽ ഒക്കെ വ്യാപരിച്ചിരിക്കുന്ന സകല പൈശാചിക ശക്തികളും ദൈവം ഇന്ന് ഇപ്പോൾ തുറന്നു തരും. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.